കടുത്ത സ്ത്രീവിരുദ്ധ പരാമർശവുമായി സമസ്ത പുരുഷന്മാരെ ഹസ്തദാനം ചെയ്യുന്നതും ആലിംഗനം ചെയ്യുന്നതും ഇസ്ലാം വിരുദ്ധമെന്ന് അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ്. കല്യാണ റിസപ്ഷനുകളിലെയും മറ്റ് പൊതുപരിപാടികളിലെയും സ്ത്രീകളുടെ എണ്ണം വർദ്ധിക്കുന്നതിൽ സമസ്തയ്ക്ക് കടുത്ത അതൃപ്തി. ഇസ്ലാമിലെ ഹിജാബ് നിയമം സ്ത്രീകൾ അനുസരിക്കുന്നില്ലെന്ന വിമർശനം. ഇസ്ലാമിലെ പർദ നിയമം കർക്കശമാക്കണമെന്നും ആവശ്യം. ഫേസ്ബുക്കിലൂടെയാണ് സമസ്ത നേതാവ് അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, ഇത് ഏത് കാലമാണ് എന്ന് തോന്നിപ്പോകുന്നു അല്ലേ? തീർത്തും പ്രാകൃതമായ രീതിയിലുള്ള ഒരു ജീവിതമാണ് ഇവർ ആഗ്രഹിക്കുന്നത് എന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായും രാഖി, സമസ്ത ഇസ്ലാമിക മതപണ്ഡിത സഭയായിട്ടുള്ള സമസ്തയുടെ യുവജന സംഘത്തിന്റെ SYSന്റെ നേതാവാണ് ഹമീദ് ഫൈസി അമ്പലക്കടവ്. ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലാണ് തികച്ചും സ്ത്രീവിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത്, അന്യപുരുഷന്മാർക്ക് ഹസ്തദാനം ചെയ്യാനും അവരെ ആലിംഗനം ചെയ്യാനും ലജ്ജയില്ലാത്ത സ്ത്രീകൾ എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, മത സ്റ്റേജുകളിൽ പോലും പരപുരുഷന്മാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന മുസ്ലിം സ്ത്രീകൾ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും അക്കമിട്ട് നിരത്തിക്കൊണ്ട് ഇതൊന്നും സ്ത്രീകൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതിൽ സ്ത്രീകൾക്ക് നാണക്കേടില്ലേ, ലജ്ജയില്ലേ എന്ന് ചോദിക്കുകയാണ്. ഈ നൂറ്റാണ്ടിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിൽ തികച്ചും സ്ത്രീവിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ്. ഈ പരാമർശങ്ങൾ ഫേസ്ബുക്കിൽ ഇടുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അദ്ദേഹം മറ്റ് ചില നബി വചനങ്ങൾ കൂടി അദ്ദേഹം അതിൽ കോട്ട് ചെയ്യുന്നുണ്ട്. അതിനോട് ചേർത്ത് വെച്ചാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നവമാധ്യമങ്ങളിലും സമൂഹത്തിന്റെ വിവിധ ഇടങ്ങളിലും സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ഒക്കെ സാന്നിധ്യം വലിയ രീതിയിൽ വർദ്ധിച്ചു വരികയാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന ഈ വർധനവ് അതിൽ അപകടകരമാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനെ പോലും വിമർശിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇസ്ലാമിൽ ഇത്തരത്തിൽ ഈ പർദ നിയമമുണ്ട്. ആ നിയമം ഇപ്പോൾ ആരും പാലിക്കുന്നില്ല. അത് പാലിക്കാത്ത സ്ത്രീകളാണ് ഇവിടെ ഉള്ളത്. അത്തരം നിയമങ്ങൾ വീണ്ടും തിരിച്ചു കൊണ്ടുവരണം, കർശനമാക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത്, അദ്ദേഹം ആ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കെതിരെ തന്നെയാണ്, അവരെ കുറിച്ച് തന്നെയാണ് ഈ രീതിയിലുള്ള തികച്ചും സ്ത്രീവിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ചയായിട്ടുണ്ട്. വലിയ വിമർശനമാണ് സമസ്തക്കെതിരെ വരുന്നത്. ഈ നൂറ്റാണ്ടിലും ഇങ്ങനെ ഇരുന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുക സ്ത്രീകളെ കുറിച്ച് എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് അതിന് താഴെ വരുന്നത്. വിനോദ്, രാഖി, എന്തായാലും അതോടൊപ്പം തന്നെ ചേർത്ത് പറയണം. അതായത്, ഈ മുസ്ലിം രാഷ്ട്രങ്ങളൊക്കെ ഇപ്പോൾ സ്ത്രീ മുന്നേറ്റത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനേറെ പറയുന്നു, സൗദിയിൽ വമ്പൻ പരിഷ്കാരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് ഇവർ പഴയ കാലത്തേക്ക് മടങ്ങി പോവുകയാണ്. അത് മാത്രമല്ല, മുസ്ലിം ലീഗിൽ വരെ ഇപ്പോൾ വനിതാ MLA വരെ ഉണ്ടായ കാലഘട്ടമാണ്. അതെ, കാലത്തിനനുസരിച്ച് അവരുടെ സംഘടനകളുടെ പിടിവാശികൾ പോലും മാറിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് തികച്ചും പ്രാകൃതമായ നിർദ്ദേശങ്ങളും ഒക്കെയായി ഇത്തരം സംഘടനകൾ രംഗത്ത് വരുന്നത്. ഇതൊക്കെ മുളയിലെ നുള്ളണം എന്നുള്ളതാണ് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എനിക്ക് തോന്നിപ്പോകുന്നത്. അതെ, കല്യാണങ്ങൾക്കൊക്കെ പോകുന്നതിൽ കൂടുതലും സ്ത്രീകളാണ്. അതൊക്കെ ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. ജീവിക്കാൻ അനുവദിക്കില്ലല്ലേ? അതെ.